അബ്ബാസിന്റെ അനാവശ്യ തൊടലും പിടിക്കലും താക്കീത് ചെയ്തിട്ടും രക്ഷയില്ല. ഒടുവിൽ കരണം പുകച്ച് ഐശ്വര്യ. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് ഐശ്വര്യ റായ്. ലോകസുന്ദരി പട്ടം നേടിയാണ് ഐശ്വര്യ സിനിമയിലെത്തുന്നത്. തമിഴിലൂടെയായിരുന്നു ഐശ്വര്യ കരിയർ ആരംഭിച്ചത്. പിന്നാലെ ബോളിവുഡിലെത്തുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയിലെ താരറാണിയായി ഐശ്വര്യ റായ് മാറി. ഓൺ സ്ക്രീനിലെ പ്രകടനവും സൗന്ദര്യവും മാത്രമല്ല ഐശ്വര്യയെ ജനപ്രിയമാക്കുന്നത്. തന്റെ വ്യക്തിത്വവും കാഴ്ചപ്പാടുമൊക്കെ ഐശ്വര്യയെ ആരാധകരുടെ പ്രിയങ്കരിയാക്കാറുണ്ട്. ഒരിക്കൽ പോലും പൊതുവേദിയിൽ ഐശ്വര്യയുടെ ഭാഗത്തു നിന്നും മോശം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാളിതുവരെ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഐശ്വര്യയിൽ നിന്നുണ്ടായതായി ആരും ആരോപിച്ചിട്ടില്ല. വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന താരങ്ങൾ പോലും ആരാധിക്കുന്ന താരമാണ് ഐശ്വര്യ റോയ്. എന്നാൽ ഒരിക്കൽ മാത്രം ഐശ്വര്യയ്ക്ക് തന്റെ നിയന്ത്രണം വിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തന്നോട് മോശമായി പെരുമാറിയ ഒരു നടന്റെ കരണത്തടിക്കേണ്ടി വന്നിട്ടുണ്ട് ഐശ്വര്യ റോയ്ക്ക് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു സംഭവം. ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കരണത്തടിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കരണത്തടിച്ചു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഗോസിപ്പ് കോളങ്ങളിൽ ആ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ചില കണ്ടെത്തലുകൾ നടത്തി. സോഷ്യൽ മീഡിയയിൽ ചിലർ പറഞ്ഞത് ഐശ്വര്യ കരണത്തടിച്ച നടൻ അബ്ബാസ് ആണെന്നായിരുന്നു. കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ഗോസിപ്പുകൾ. ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തുവെന്നും ആദ്യം അതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അബ്ബാസ് അതിരുവിട്ട് പെരുമാറാൻ തുടങ്ങിയതോടെ ശുഭിതയായ ഐശ്വര്യ അബ്ബാസിന്റെ കരണത്തടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നു. പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വസ്തുത ഇതുവരെയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. കണ്ടുകൊണ്ടേനിൽ ഐശ്വര്യയ്ക്ക് അബ്ബാസുമായി റൊമാന്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാകാൻ കാരണമെന്ന് മറ്റു ചിലർ കൗണ്ടർവാദം ഉന്നയിക്കുന്നുണ്ട്.